നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉടനടി ഉണ്ടാവാൻ പോകുന്നത്? മാറ്റം ഉടനടി തുടങ്ങുന്നതാണ്. ഓരോരുത്തരുടെ എനർജി അനുസരിച്ച്, ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ച് അത് അതിൻ്റെ റിസൾട്ട് നടക്കുന്ന സമയം വ്യത്യാസപ്പെടും. ചിലർക്ക് വളരെ എളുപ്പം ഒരാഴ്ചക്കുള്ളിൽ, ചിലർക്ക് 6 മാസത്തിനുള്ളിൽ, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ഒരു ആലോചിച്ചിരിക്കുന്നൊരവസ്ഥ, സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ, കാത്തിരിപ്പ്, ഇതെല്ലാം മാറി കംപ്ലീഷൻ. നിങ്ങൾ പൂർണ്ണത അനുഭവിക്കും. നിങ്ങളുടെ സ്വയം വ്യക്തിത്വത്തിലുള്ള, സ്വന്തം ആത്മാവിലുള്ള പൂർണ്ണത, അല്ലെങ്കിൽ വേറൊരാളോട് ചേരുന്നതിലുള്ള പൂർണ്ണത, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ, ജോലികൾ, ലക്ഷ്യങ്ങൾ, പഠനം, ഇവയെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഒരു അസുഖം മാറുന്ന അവസ്ഥ, ഇതെല്ലാം ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റി, ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ എനിക്ക് കുറവാണെന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റി ഒരു അഡ്വഞ്ചർ മൈൻഡ് സെറ്റിൽ ഒരു കുട്ടിയുടെ ഉത്സാഹത്തോടെ, ഒരു അതിശയത്തോടെ ഒരു ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുക. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക. പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യുക. ഭൂമി, വായു, ജലം, ആകാശം, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുക. പോരാത്തതിന് കുട്ടിയുടെ ഉത്സാഹത്തോടു കൂടി, ജിജ്ഞാസയോടു കൂടി നിങ്ങളുടെ ജീവിതത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നേ തെളിയുന്ന വഴികൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദുഃഖങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ആ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഉള്ളിലേക്ക് തിരിഞ്ഞൊന്ന് ആലോചിച്ചു കൂടെ കഴിഞ്ഞാൽ, ആ ഒറ്റയാകെ കിട്ടുന്ന സമയം, അപ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാതെ സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു വഴി തെളിഞ്ഞു കിട്ടും. ആ വഴിയിലൂടെ പോയാൽ മതി. പോകുന്തോറും വഴി തെളിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ കംപ്ലീഷൻ എന്ന സ്റ്റേജിലെത്തുക. അതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, മസ്റ്റായിട്ടും വേണ്ടത് നിങ്ങൾ കാത്തിരിക്കുക. അതായത് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. നിങ്ങളുടെ ഫലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഫലം കിട്ടാറായിട്ടുണ്ട്, ഒരല്പം കൂടി മുന്നോട്ട് നടന്നാൽ മതിയാവും. അപ്പോൾ ആ ഒരു പേഷ്യൻസ് കാണിക്കുക. നിങ്ങളുടെ പ്രവർത്തികൾക്കുള്ള ഫലം ഓൾറെഡി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ മൊറാലിറ്റി അല്ലെങ്കിൽ ഫൈറ്റിംഗ്, ഇതെല്ലാം ഒഴിവാക്കുക. അതായത് ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്തയും, എല്ലാവരും ചെയ്തു വരുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു പിടിവാശിയും,